ഹായ് ഫ്രണ്ട്സ്, ആസിഫാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വാട്സപ്പിൽ അടുത്തിടെ വന്നിട്ടുള്ള രണ്ട് കിടുക്കൻ ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ രണ്ട് അടിപൊളി ഫീച്ചേഴ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ മുഴുവൻ കാണാൻ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇനിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഫീച്ചറാണ് നമുക്ക് വാട്സപ്പിൽ അയച്ചിട്ടുള്ള ഏതൊരു മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മെസ്സേജ് സെലക്ട് ചെയ്തിട്ട് 3 ഡോട്ട് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ എഡിറ്റ് എന്ന ഓപ്ഷൻ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് ഇറേസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നീ എവിടെടാ തെണ്ടി എന്നാണ് ഉണ്ടായിരുന്നത്, അതിനെ ഞാൻ നീ എവിടെടാ ബ്രോ എന്നാക്കിയിട്ട് മാറ്റി. നമുക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും സെലക്ട് ചെയ്തിട്ട് നമുക്ക് 3 ഡോട്ട് ഓപ്ഷനിൽ പോയിട്ട് എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ മെസ്സേജ് അയച്ചിട്ട് 15 മിനിറ്റിനുള്ളിൽ നമുക്ക് എത്ര പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത സമയത്ത് തെറ്റി എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല, ഡിലീറ്റ് ഫോർ എവ്രി വൺ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ ഫീച്ചറാണ് നമുക്ക് ഏതൊരു വാട്സപ്പ് ചാറ്റ് നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ലോക്ക് ചെയ്ത് വെക്കാം. അതിനായിട്ട് ചാറ്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഇൻഫോയിൽ പോവാം. ഇൻഫോയിൽ പോയിട്ട് നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ് ലോക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും പുതുതായിട്ട്. അപ്പോൾ ആ ചാറ്റ് ലോക്ക് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലോക്ക് ദിസ് ചാറ്റ് വിത്ത് ഫിംഗർ പ്രിൻ്റ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എനേബിൾ ചെയ്ത സമയത്ത് നമുക്ക് ഫിംഗർ പ്രിൻ്റ് ഇവിടെ കൊടുക്കാം. ഓക്കെ, ഓൾറെഡി ഫിംഗർ പ്രിൻ്റ് ഫീച്ചർ എനേബിൾ ചെയ്ത് വെച്ചിരിക്കണം, ഫോണിൽ വാട്സപ്പിലും എനേബിൾ ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ഒരു ഗ്രൂപ്പ് ചാറ്റ് ഞാനിവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ വ്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ലോക്ക് ചെയ്ത ആ ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നോർമലി ഇപ്പോൾ ചാറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലോക്ക് ചെയ്ത ചാറ്റുകൾ എവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും. നമ്മൾ ജസ്റ്റ് ചാറ്റിൽ ഇതിലൂടെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ ലോക്ക്ഡ് ചാറ്റ്സ് എന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് താഴെ ഫിംഗർ പ്രിൻ്റ് കൊടുക്കുക, എന്നിട്ട് അൺലോക്ക് ചെയ്ത് കൊടുക്കുക. അൺലോക്ക് ചെയ്ത ശേഷം ലോക്ക് ചെയ്തിട്ടുള്ള എല്ലാ ചാറ്റുകളും, ഗ്രൂപ്പുകളും പേഴ്സണൽ ചാറ്റുകളും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഞാനിവിടെ ജസ്റ്റ് ഒരു ഗ്രൂപ്പ്, ടെസ്റ്റ് ഗ്രൂപ്പ് മാത്രമാണ് ലോക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാം നമുക്ക് അൺലോക്ക് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ചാറ്റ് ലോക്ക് ഓപ്ഷൻ നമുക്ക് ഏത് സമയത്തും ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ ഒരു ഗ്രൂപ്പ് ചാറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ ചാറ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ചാറ്റ് ലോക്ക് ഓപ്ഷനിൽ പോയിട്ട് നമുക്കിത് ഡിസേബിൾ ചെയ്ത് കൊടുക്കാം. വീണ്ടും ഫിംഗർ പ്രിൻ്റ് നമ്മുടെ വിരലിൽ കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഡിസേബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ പേഴ്സണൽ ചാറ്റ് ആയാലും ഏത് ചാറ്റാണ് നമ്മൾ ലോക്ക് ഡിസേബിൾ ചെയ്യേണ്ടത് അവിടെ പോയിട്ട് നമുക്ക് ഡിസേബിൾ ചെയ്യാം.